ഹായ്, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. ഇതെങ്ങനെ വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതേപോലെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 2 സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കും. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറായാലും ഫ്രിഡ്ജിൽ നിന്നുള്ള ബട്ടറായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അതേപടി ഇടുകയാണ് ചെയ്തത്. അപ്പം ബട്ടർ ചൂടാക്കാം. ആ ബട്ടറിൻ്റെ കൂടെ അല്പം ഓയിൽ ചേർക്കുന്നത് കൊണ്ടും കുഴപ്പമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് ചൂടായിട്ട് വരണം. ഒത്തിരി ചൂടാവണ്ട. ഇതിപ്പോൾ കണ്ടോ, ബട്ടർ ആയിട്ട് മെൽട്ടായിട്ട് വരുന്നുണ്ട്. ഒരല്പം ബട്ടറും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് മെൽട്ടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പീസ് കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ടത് മെൽട്ടായിട്ട് വരുന്നുണ്ട്. നമുക്കിതിലേക്കൊരു ചെറിയ പീസ് കറുവപ്പട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു 6-7 വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും കറുവപ്പട്ട ഇതിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. പക്ഷേ കളറൊന്നും ചേഞ്ച് ആവേണ്ട. എന്നിട്ട് നമുക്ക് ഇതിലേക്കാണെങ്കിൽ ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇഞ്ചി വെളുത്തുള്ളി ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത് ചേർക്കണം എന്നില്ല. തികച്ചും ഓപ്ഷണലാണ്. പക്ഷെ ചേർത്താൽ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. ഞാനിതിവിടെ വലിയ വലുപ്പത്തിലുള്ള 5 ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ചെറിയ ടൊമാറ്റോ ആണ് എടുക്കുന്നതെങ്കിൽ 6 ടൊമാറ്റോ എടുക്കണം. ഇതിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ടൊമാറ്റോ ആണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് അരിയാവുന്നതാണ്. വലിയ പീസായിട്ടോ ചെറിയ പീസായിട്ടോ ഒക്കെ അരിയാവുന്നത്. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. അതായത് നല്ലപോലെ വഴന്ന് സ്മാഷ് ചെയ്യുന്ന രീതിയിലേക്കാവേണ്ട. ജസ്റ്റ് ആ ബട്ടറിൽ കിടന്ന് ഒന്ന് ജസ്റ്റ് ഒന്നായാൽ മാത്രം മതി. അപ്പോൾ ഇത് ആകുന്നിടം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റ്സിനുള്ളിൽ തന്നെ ടൊമാറ്റോ എല്ലാം വഴന്ന് വരുന്നതാണ്. അപ്പം നമ്മുടെ ടൊമാറ്റോ ഒക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മളിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ആറിയ ശേഷമാണെങ്കിൽ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് പോലെ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. ഞാനിവിടെ അരച്ച് എടുത്ത് വന്നിട്ടുണ്ട്. അതെല്ലാം ആണെങ്കിൽ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ച് എടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നല്ല സ്മൂത്തായിട്ടുള്ളൊരു പേസ്റ്റായിരിക്കും നമുക്ക് കിട്ടുക. ഇങ്ങനെ ചെയ്യുന്നത് തികച്ചും ഓപ്ഷണൽ. നിങ്ങൾക്കത് അരിക്കേണ്ടെന്നുണ്ടെങ്കിൽ അരിക്കാതെയും ഈ കറിയിൽ ചേർക്കാം. പക്ഷേ നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ പനീർ ബട്ടർ മസാലയുടെ ഗ്രേവി നല്ല സ്മൂത്തായിട്ടുള്ളൊരു ഗ്രേവിയിൽ, അങ്ങനത്തെ ഗ്രേവി വേണമെങ്കിൽ ഇത് ചെയ്യണം. ഇതെല്ലാം നല്ലപോലെ അരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പനീർ ബട്ടർ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പം നേരത്തെ നമ്മൾ ബട്ടർ ഒഴിച്ച് ടൊമാറ്റോ വഴറ്റി അതേ പാത്രത്തിലേക്ക് തന്നെ ഇതിൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ട് അതിനകത്തോട്ട് ഗ്രേവി ഒഴിച്ചു കൊടുത്താലും മതി. പക്ഷേ ഞാൻ ഇനിയും ബട്ടർ ഇതിൽ അധികം ചേർക്കുന്നില്ല. അപ്പം നമ്മളിത് ചെറുതീയിലിട്ടിട്ട് വേണം ചെയ്യാൻ. പിന്നെ ഈ ടൊമാറ്റോ പ്യൂരി നമ്മൾ ചെറുതീയിലിട്ട് വേവിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൽ നിന്ന് അതിങ്ങനെ പൊട്ടിത്തെറിച്ച് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അല്പം മാറി നിന്ന് ഒന്നെങ്കിൽ അടച്ചു വെച്ച് വേവിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ കുറച്ച് മാറി നിൽക്കുന്നത് നന്നായിരിക്കും. ഇതിലിപ്പോൾ നല്ല തള വരുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല. നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്പം ചില്ലി പൗഡറും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും ചേർക്കാവുന്നതാണ്. പക്ഷെ ഞാൻ തന്നെ അത് ചേർക്കാറില്ല, ഗരം മസാല മാത്രമേ ചേർക്കാറുള്ളൂ. കാരണം നമുക്ക് പൊതുവേ പനീർ ബട്ടർ മസാല എന്ന് പറയുമ്പോൾ അല്പം സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ചില്ലി പൗഡർ ചേർക്കുന്നത്. അഥവാ നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുക. അത് നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു കളറ് നൽകാൻ സഹായിക്കും. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് നേരം നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ശേഷം അടച്ചു വെച്ച ശേഷമാണെങ്കിൽ അത് തുറന്നപ്പോൾ ഇതാ നല്ലപോലെ നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ല തളയും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം ഈ കറിയുടെ ഗ്രേവി നമ്മൾ പൊതുവേ ഇതിൻ്റെ ഗ്രേവി എന്ന് പറഞ്ഞാൽ അല്പം തിക്കായിട്ടുള്ളൊരു ഗ്രേവിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം ഈ സമയത്തും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ക്രീമാണ്, ഫ്രഷ് ക്രീമാണ് ചേർക്കുക. ഞാനിവിടെ 2 ടീസ്പൂൺ ഫ്രഷ് ക്രീം ചേർത്തിട്ടുണ്ട്. അത് നല്ലവണ്ണം ഒന്ന് അതിലേക്ക് മിക്സ് ചെയ്യുക. അപ്പോൾ വളരെ ഈസി വേയിലാണ് ഞാനിവിടെ പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നമുക്ക് ടൈമൊന്നുമില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കണം, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കുന്നൊരു മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത്. ക്രീമെല്ലാം ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ചെറു തീയിലിട്ട് മാത്രം വേവിക്കാൻ ശ്രദ്ധിക്കുക. ഇതെല്ലാം നന്നായിട്ട് ആ ക്രീമും നമ്മുടെ ടൊമാറ്റോ പ്യൂരി നമ്മുടെ മസാല ആ ഗ്രേവിയുമായിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ആവണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് നമുക്ക് വേവിക്കാം. അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ഗ്രേവി ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ സമയത്ത് വെള്ളം ചേർത്ത് കൊടുക്കണം. അത് നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് തന്നെ വേണം എന്നുണ്ടെങ്കിൽ അല്പം പോലും വെള്ളം ചേർക്കേണ്ട. എനിക്ക് ഗ്രേവി വേണം, അതുകൊണ്ടാണ് ഞാനിവിടെ വെള്ളം ചേർത്തിരിക്കുന്നത്. ഇനി ഒരു 2 മിനിറ്റ് നേരം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് പനീർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കടകളിൽ കിട്ടുന്ന പനീറാണ്, സ്റ്റോർ ബോട്ട് പനീറാണ് എടുത്തിരിക്കുന്നത്. 200 ഗ്രാമാണ്. അത് ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് ഈ ഗ്രേവിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 200 ഗ്രാം പനീർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പനീർ ഇതിലേക്ക് കിടന്ന് ഒരു 2 മിനിറ്റ് വേവണം. പനീറിന് വലിയ വേവൊന്നും ഉള്ളതല്ല, പക്ഷേ ഈ ഗ്രേവിയുമായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു 2 മിനിറ്റ് അതിലേക്ക് വേവണം എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള ഇതിൻ്റെ ഏറ്റവും സീക്രട്ട് റെസിപ്പിയാണ്. അതായത് നമുക്കിതിൽ ഒരു അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. നമ്മളെപ്പോഴും കടയിൽ നിന്ന് പനീർ ബട്ടർ മസാല വാങ്ങിക്കുമ്പോൾ അതിനൊരു സ്വീറ്റ്നെസ് ഇല്ലേ, ആ സ്വീറ്റ്നെസ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ എടുക്കുന്ന ടൊമാറ്റോ അനുസരിച്ചിരിക്കും ഇതിനുള്ള പുളിയൊക്കെ. അപ്പം നല്ല പഴുത്ത ടൊമാറ്റോ തന്നെ എടുക്കാൻ എപ്പോഴും ശ്രമിക്കണം. പഴുത്ത ടൊമാറ്റോ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് പുളി കൂടാനുള്ള സാധ്യതയുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് നമ്മൾ ഗ്രേവി അടച്ചു വെച്ച സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട്. ഇത് കസ്തൂരി മേത്തി, ഉലുവ ചീര എന്ന് പറയും. അതാണ് ഇത് കടകളിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ചെറിയ പാനിലോ വെച്ചിട്ടാണെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടായാൽ മാത്രമേ നമ്മുടെ കയ്യിൽ വെച്ചൊന്ന് നല്ലപോലെ ക്രഷ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഒരു 1 മിനിറ്റിൽ താഴെ അത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ ഞാനതിവിടെ റെഡിയാക്കി എടുക്കുക. എന്നിട്ടത് മാറ്റി വെക്കുക നമ്മൾ. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ കറിയിൽ ചേർക്കുമ്പോഴാണെങ്കിൽ ഒരു എന്താ പറയുക നല്ലൊരു ഫ്ലേവർ കിട്ടും കറിക്ക്. അതിന് വേണ്ടിയാണ് ചേർക്കുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മൾ ചേർത്തിരിക്കണം, ഒഴിവാക്കാനേ പാടില്ല. നമ്മൾ സാധാരണ എല്ലാ സൂപ്പർ സ്റ്റോറുകളിലും ഇപ്പം ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഗ്രേവിയും നമ്മുടെ പനീറും ഒക്കെ ആയിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ആ മസാലയിൽ കിടന്ന് ഏകദേശം 1 മിനിറ്റോളം ഈ പനീർ നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കസ്തൂരി മേത്തി നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ ക്രഷ് ചെയ്ത് ഇതിലേക്ക് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഗ്രേവിയിൽ കിടന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിപ്പം കറി ഒന്ന് തുറന്ന് നോക്കാം. നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്, നല്ല മണവും വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കിയ പനീർ ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതുപോലെ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലാണെങ്കിൽ ഒരു ചെറിയ പീസ് ബട്ടറും അതുപോലെ ഒരു അല്പം ക്രീമും ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അതൊക്കെ തികച്ചും ഓപ്ഷണലാണ്.
അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്നാണ് കരുതുന്നത്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. ചോറിൻ്റെ കൂടെ ആണെങ്കിലും ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ്. കുട്ടികൾക്ക് അതുപോലെ വളരെ ഇഷ്ടപ്പെടുന്നൊരു കാര്യം. ഞാൻ വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കണമെന്ന് തോന്നുമ്പോൾ ഈ മെത്തേഡിലാണ് തയ്യാറാക്കുന്നത്. നമുക്ക് കുറച്ചും കൂടി ട്രഡീഷണലായ രീതിയിലും തയ്യാറാക്കാം. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.